ഡിയുടെ ഒരു കൂടെ നടക്കുന്ന ഒരു പയ്യൻ അത് പറയേണ്ട അവരൊന്നും ഞാൻ വിളിച്ചിരുന്നില്ല ഇതിനകത്ത്. ബാക്കിയെല്ലാം ബിഗ് ബോസിലെ ടീമായിരുന്നു. വന്നു ഇവരെല്ലാവരും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എ സി റൂം എവിടെയാന്ന് പറഞ്ഞാൽ നമ്മൾ എ സി റൂമിലോട്ട് കയറുന്നു. ദിയാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറെ സാധനങ്ങൾ ചെയ്യുന്നു. അപ്പൊ തന്നെ ഞാനങ്ങ് ഡെസ്പായി. സത്യം പറഞ്ഞാൽ MDM ആയിരുന്നു അതെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് റീസെന്റ് ഒരു 5 മാസം പോലും 4 മാസം പോലും ആയിട്ടില്ല. ഇതപ്പം റീസെന്റ്. ചേച്ചിക്ക് എന്താ അവരുടെ പേരെന്തും പറഞ്ഞുകൂടെ? ചേച്ചിക്ക് എന്തുകൊണ്ട് അവരുടെ പേര് പറഞ്ഞുകൂടാ? ഓക്കെ, സജന ഫിറോസ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കുറെ ആൾക്കാരുടെ ഒരു കുഴപ്പമുണ്ട്. നമ്മളൊരു കാര്യം പറയാൻ വരുമ്പോൾ കുറച്ച് മാത്രം കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ വിവരക്കേടുകൾ കമന്റ് ബോക്സിൽ ഇട്ടിട്ട് അങ്ങ് പോവുകയൊക്കെ ചെയ്യും. എനിക്ക് അവരോടൊന്നും മാത്രമേ പറയാനുള്ളൂ, അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഞാൻ വെക്കുന്നില്ല. ഞാൻ കാരണം എൻ്റെ വായിരിക്കുന്ന വല്ലൊക്കെ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു പോകും. ഒരു കാര്യം നമ്മൾ ഇടുമ്പോൾ അത് മൊത്തമായിട്ട് കണ്ടാലേ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലും മനസ്സിലാക്കാതെ വന്നിട്ട് കമന്റ് ബോക്സിൽ ഇരുന്നിട്ട് തെറി വിളിക്കാൻ നിനക്കൊക്കെ നാണവും മാനവൊന്നും ഇല്ലടേ. ഞാൻ അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുക. അപ്പം ഇത് കാണാൻ താല്പര്യമുള്ളവർ വേണ്ടി മാത്രം ഞാൻ വെക്കുന്നൊരു വീഡിയോ ആണ്, അല്ലാത്തവർക്ക് പോകാം. ഓക്കെ, നമ്മൾ എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വിഷയം ഒന്ന് പരമാവധി ഷെയർ ചെയ്യണം. കാരണം ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ദിയാസനെ കുറിച്ചിട്ടാണ്. ഈ ദിയാസനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവും കാര്യങ്ങളാണ്. പുള്ളിക്കാരുടെ കൂടുതലും എല്ലാവരും റിയാക്ട് ചെയ്യുന്ന തെറിവിളിയിലും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഞാനും അവരെ കുറേ വിമർശിച്ചിട്ടൊക്കെ ഉള്ള ഒരു വ്യക്തിയൊക്കെ തന്നെയാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിലാണ്. കാരണം റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ഈ ബിഗ് ബോസിലുള്ളവരെയും ഈ ദിയാസനെ പോലുള്ളവരെയൊക്കെയാണ് കോൺടാക്ട് ചെയ്യുന്നത്. ആ സജിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഈ കാണുന്ന ആൾക്കാർക്ക് കുറേ വിവരങ്ങളൊന്നും അറിയത്തില്ല ഇവരുടെ ഇടയിൽ നടക്കുന്നതൊക്കെ. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഈ പല പ്രശ്നങ്ങളിലും ഈ പറയുന്ന ദിയാസനെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ കഥകൾ നേരത്തെ അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യല്ലേ എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഈ പറയുന്ന സജനയും ദിയാസനെയും ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഇത് നല്ല വിഷയമാകും എന്നുള്ള രീതിയിൽ ഈ ദിയാസന പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫിറോസൊക്കെ അറിഞ്ഞാൽ അത് ഏത് രീതി പോകും എന്നുള്ള രീതി പറഞ്ഞപ്പോഴത്തേക്ക് എടുക്കുമ്പോൾ സജിന പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന സജിനയ്ക്ക് ഒരു മോളുണ്ട്. ആ മോക്ക് കുഞ്ഞു പ്രായം എങ്ങാണ്ടോ 14, 15, 16 വയസ്സെങ്ങാണ്ടേ ഉള്ള ആ കൊച്ചിന്. ആ പെൺകുട്ടിയെ ഫിറോസ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ കേസ് കൊടുക്കും എന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയെ ഫിറോസ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ കേസ് കൊണ്ടു കൊടുക്കുമെന്നാണ് ഈ പറയുന്ന സജിന സംസാരിച്ചത്. എടുക്കുമ്പായ തന്തയ്ക്ക് തന്നെ വിളിച്ചു. ദിയാസന പച്ചക്കാട്ടി വിട്ടെന്ന് വേണമെങ്കിൽ പറയാം. പച്ചക്കാട്ടി വിട്ട് വരാം, പച്ചയ്ക്ക്. അതിൻ്റെ വൈരാഗ്യമാണ് ഇപ്പോൾ പുള്ളിക്കാരി വന്നിട്ട് ഈ ഇൻ്റർവ്യൂ വന്നിട്ട് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഈ ഫിറോസിന്റെ വിഷയം സജിനയുടെ വിഷയത്തിലാണെങ്കിൽ പോലും ആൾക്കാർ സംസാരിച്ചപ്പോൾ ഈ ദിയാസനയുടെ വല്ല പേരോ കാര്യങ്ങളോ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു കാര്യം പോലും ആരും ഇങ്ങോ ഒന്നും പറഞ്ഞിട്ട് പോലും ഇല്ല. ഇപ്പം ഇവർ വന്നിട്ട് ഈ ഒരു കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പൂക്കുട്ടി ഉൾപ്പെടെ ആണെങ്കിൽ പോലും ഇവരെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പൂക്കുട്ടി കെഞ്ചി പറഞ്ഞു, ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിപ്പിച്ച് തരാമോ എന്നുള്ള രീതിയിൽ. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഒരു 1.5 മാസം കൊണ്ട് തന്നെ അങ്ങേറെ 1.5 കോടി രൂപ പൊട്ടി. ഓക്കെ, പൈസ അയാൾക്കൊരു മാറ്ററേ അല്ല. അയാൾക്ക് എങ്ങനെയെങ്കിലും ഇത് തലേന്നൊന്ന് ഉരിഞ്ഞു കിട്ടണം. അത്ര മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് പോലും ഇറങ്ങിയിട്ടില്ല. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അന്ന് തന്തയ്ക്ക് വിളച്ചതിൻ്റെ വൈരാഗ്യമാണ് ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ. പിന്നെ ഫിറോസിന് അതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ എന്നെ ഫിറോസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫിറോസുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ തെളിവ് സഹിതം ഇങ്ങനെ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാനതെല്ലാം നോട്ട് ചെയ്ത് എല്ലാം എൻ്റെ ബുക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാരണം നമ്മളൊരു ഭാഗം മാത്രമേ കേൾക്കുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ വോയിസ് A to Z കാര്യങ്ങൾ ഫിറോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ അപ്ലോഡ് ചെയ്തപ്പം ഇവരുടെ വായിന്നതിന് അതെല്ലാം വന്നപ്പോൾ ഉണ്ട്. അതെല്ലാം കേരളത്തിലെ ജനങ്ങൾ മൊത്തം കേട്ടിട്ടുമുണ്ട്. പറഞ്ഞു മനസ്സിലായോ? ഇപ്പം ദിയാസനയ്ക്ക് ഓൾറെഡി ഹേറ്റ് ഉണ്ട്. ആ ഒരു ഹേറ്റിനെ അവർ ശരിക്കും മുതലെടുക്കുകയാണ്. കാരണം ഇപ്പോൾ ദിയാസനെ ഇഷ്ടപ്പെടാത്ത കുറേ വ്ളോഗേഴ്സ് ഉണ്ട്. എൻ്റെ പരിചയത്തിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കിത് കിട്ടുമ്പോൾ അവരെടുത്തിട്ട് ഈ പറയുന്ന ദിയാസനെ എടുത്ത് കുടയാൻ നോക്കും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, സജിനെ ആൾക്കാർ മറക്കും, നേരെ ദിയാസനയിലോട്ട് പോകും. ചില താത്തമാരൊക്കെ ഈ പറയുന്ന ദിയാസനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇടിച്ച് ഒരു പരുവാക്കി വിടണമെന്ന് വേണ്ടി മാത്രം ഇരിക്കുക. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഓപ്പറേഷൻ തുഫാൻ എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ രമേശ് ചെന്നിത്തല, ഞങ്ങളുടെ MLA കേട്ടോ, ഞങ്ങളുടെ ഹരിപ്പാട് MLA ആണ് പുള്ളി, അദ്ദേഹം. ഓക്കെ, അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും പുള്ളിയാണ് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അവരുടെ ഏരിയയിൽ ആരെങ്കിലും പിള്ളേർ ഇങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളും പുള്ളിയെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യത്തിനും പുള്ളി ചെയ്യുന്നുണ്ട്. ആ പുള്ളിക്കാരെക്കുറിച്ചാണ് ഇപ്പോൾ ഇങ്ങനൊരു കാര്യം സജിന വന്നിട്ട് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ.
സജന നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരെല്ലാം വെൽ പ്ലാൻഡ് ആയിട്ടാണ് അവിടെ വന്നിരുന്നത്. പിന്നെ ഫിറോസിന്റെ കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ കരിഞ്ഞു പിടിക്കുന്നതും അങ്ങനെയാണ്. DNA ഹെൽപ്പ് ചെയ്യും. അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട്. കാരണം ഞാനൊരു കാര്യം പറയാം, ശക്തി കൊണ്ട് നേടാൻ പറ്റാത്തത് ബുദ്ധി കൊണ്ട് നേടാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സജിനയുടെ അമ്മ പൂക്കുട്ടി കൂടെ സംസാരിക്കുന്ന വോയിസൊക്കെ എങ്ങനെ പറയുക? അതാണ് പറയുന്നത്, ശക്തി കൊണ്ട് നേടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് നേടാൻ പറ്റുമെന്ന് പറയുന്നത്. ചില എടുത്തുചാട്ടങ്ങൾ മണ്ടത്തരമാണെന്ന് നമ്മൾ പറയാറില്ലേ? ചില എടുത്തുചാട്ടങ്ങളൊക്കെ ഇവരെ കണ്ടുപിടി. എല്ലാം നൈസായിട്ട് എല്ലാം ക്ഷമയോടെ നിന്നിട്ട് കുറച്ച് ഏറിപ്പോയാലും സാരമില്ല, അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം കിട്ടണം. ഇത് മാത്രമല്ല, ഇതിനേക്കാൾ ഐറ്റം നല്ല ഒന്നാന്തര ഐറ്റിരിപ്പുണ്ട് പൂക്കുട്ടിയുടെ ഉൾപ്പെടെ. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാലോ, അതെല്ലാം മറയ്ക്കാൻ വേണ്ടി ചേച്ചി വന്നിറക്കിയ ഒരു നാടകം മാത്രമാണ് ഈ ഒരു സംഭവം. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന ദിയാസനയുടെ തമ്പ് വെക്കാം, പലതും വെക്കാം, ഇതാണല്ലോ ഈ MDMA കേസാണല്ലോ. ഇപ്പോൾ കേരളത്തിൽ മൊത്തം ഇപ്പം ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ MDMA അത് ഇതൊക്കെയാണല്ലോ. അതിലോട്ടൊന്ന് നൈസായിട്ട് ചേച്ചി അങ്ങ് വിടാമെന്ന് കരുതി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ആ വോയിസ് കേട്ടല്ലേ? ഇവിടെ തൻ്റെ സാമാനം കൊണ്ട് വെച്ചിട്ടല്ലയോ കൊച്ചുണ്ടായെന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. ഒരു സ്ത്രീ എങ്ങനെ ആവരുത് എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ഒരു വോയിസ് ക്ലിപ്പ്. അതുപോലെ എത്ര ക്ലിപ്പുകൾ കിടപ്പുണ്ട്. എനിക്ക് കുഞ്ഞൊന്നും വേണ്ട, എനിക്ക് 3 CR മാത്രം മതി. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ വന്നിട്ടിരുന്നിട്ട് അയാൾ അമ്മയാണ്, അച്ഛനാണ്, ദേവമാണെന്നൊക്കെ പറയുന്നില്ല, ഡോക്ടറാണോ പ്ലംബറാണോ എന്നൊക്കെ പറയുന്ന പോലെ. ഒരു സ്റ്റാൻഡില്ലാത്ത ഒരു സ്ത്രീ, അവരുടെ വാചകം ദേവി ഏതാരും വിശ്വസിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന ദിയാസനയ്ക്ക് നേരത്തെ കുറച്ച് ഹേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ച് മുതലാക്കാൻ വരുന്ന ഒരു വ്യക്തി, ഞാൻ അങ്ങനെ പറയൂ. അതിന്റെ തെളിവ് ഉൾപ്പെടെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാനിപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് എത്ര മോശം പറഞ്ഞാലും അവരുടെ ഭാഗത്തൊരു ന്യായമുണ്ടെങ്കിൽ ഞാൻ അത് എന്തായാലും എൻ്റെ വീഡിയോ കൂടെ പറയും. അപ്പോൾ ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഡബിളും ട്രിപ്പിളും സ്റ്റാൻഡാണെന്ന്. എനിക്ക് ഒരു തന്തയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എനിക്ക് വേണമെങ്കിൽ ഫാൻ ബേസ് അടിച്ച് കയറ്റാൻ വേണ്ടിയാണെങ്കിൽ ആ വ്യക്തിനെ മാത്രം നെഗറ്റീവ് അടിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഒരുപാട് പൈസ കിട്ടുമെന്നേ യൂട്യൂബിൽ നിന്ന്. എൻ്റെ വീഡിയോ കാണാൻ ഒരുപാട് ആൾക്കാർ വരും. പക്ഷെ ഞാൻ ഇപ്പോഴും നിങ്ങളോട് തുറന്നു പറയാം, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ അവർ നിരപരാധിയാണ് ദിയാസന, ഈ ഒരു കാര്യത്തിൽ. പിന്നെ സജിനയുടെ തെളിവുണ്ടെങ്കിൽ സജിന കൊണ്ടുവരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിപ്പോയി, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാമെന്ന് പറയാം. ഞാനൊരു കാര്യം പറയാം, പല കാര്യങ്ങളും നമ്മുടെ കയ്യിലും ഇരിപ്പുണ്ട്, തെളിവ് സഹിതമാണെങ്കിൽ ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഇടയില ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പൊട്ടൻ ആരാന്ന് പറഞ്ഞാൽ അത് ഫിറോസാണ്. ഈ കാണുന്ന ഷോ ഓഫ് മാത്രമേ ഉള്ളൂ, ഈ മുടിയൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പോലൊരു പൊട്ടൻ, ശുദ്ധനാണ്. അതുകൊണ്ടാണ് മണ്ടനായിട്ട് പോയത്. സത്യം പറയാലോ, ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ഇനി നമുക്ക് ബാക്കി കേൾക്കാം. ഈ പ്രശ്നങ്ങൾക്കൊക്കെ മുന്നെയാണ് എടുത്തിട്ട് കുടിച്ചിട്ട് പുള്ളിക്കാരി എടുത്തിട്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ തന്നെ എന്റെ മുഖമൊക്കെ മാറി. ഇല്ല, ആ സമയത്ത് ഞാൻ ഷൂട്ടിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ള സാധനമാണ്. അപ്പൊ ഉടനെ ദിയ എടുത്തെന്ന് പറയുന്നത്, സജന അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നത് നീരാണത് കുറച്ചൊന്നും എടുത്ത് തിന്ന് അങ്ങനെ ചെയ്യാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദിയ നീ എന്തോ പറഞ്ഞു, ഇപ്പം ഒരു വൈൻ കുടിക്കുന്നതാണോ ഒരു ബീർ കുടിക്കുന്നതാണോ അല്ല ഇത് ഭയങ്കര സമയം. എന്നെ ദേവി ഇത് നിർബന്ധിക്കരുത്, പ്ലീസ് ദിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്ത് ചെവി വെച്ചു ഞാൻ ഇറങ്ങി. കുറെ കഴിഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലായി. ഇവർ പിന്നെ മേലിൽ ടെറസിന്റെ മേളിൽ കയറി. അവിടെ ഞാനൊരു പെട്ടെന്ന് ഞാൻ കുറെ കഴിഞ്ഞിട്ടാണ് അവിടെ കയറി പോകുന്നതും എനിക്കത് ഒട്ടും ഓക്കെ ആവുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പൊ പയ്യെ അങ്ങ് ദിയ അങ്ങ് കുറച്ച് കഴിഞ്ഞ് ഇവരെല്ലാവരും പോയി. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ അതും പറയുന്ന മറ്റേ പൊടിയുടെ കാര്യമാണോ പറയുന്നത്? അത് സാധാരണക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അടിക്കുന്നവരെങ്ങനെയാണെന്ന് അറിയാം. അല്ല അവനെ കഴിക്കുന്നതാണോ എന്നാൽ ഞാനൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ല വൈനോ ബീറോ ഒക്കെ കൈ നീട്ടുന്ന പോലെയാണോ MDMA നിൽക്കുന്നത്? 2 അടിച്ചിട്ട് പോകുമെന്ന് പറയാനാ? അങ്ങനെ ഇപ്പോൾ ഒരു പക്ഷെ ദിയാസനെ 2 അടിച്ചിട്ട് എന്ന് പറയുമ്പോൾ ആ വ്യക്തി അടിക്കുന്ന ഒരു വ്യക്തി ആവണമല്ലോ. എൻ്റെ ഇത് മനസ്സിലായോ? ചുമ്മാ ഈ MDMA പോലത്തുള്ള സാധനങ്ങളൊക്കെ ചെന്നിട്ടിട്ട് 2 അടി വെറുതെ ആരെങ്കിലും പറയുമോ? അല്ലെങ്കിൽ ആ വ്യക്തി ഉപയോഗിക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ ചോദിക്കേണ്ട ഒരു മര്യാദയുണ്ട്. ഇവർ പറയുന്ന കാര്യത്തിൽ തന്നെ കള്ളമുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കഥാനായിക നേരത്തെ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കണം, അല്ലേ? അങ്ങനെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ അത് കളഞ്ഞിട്ട് 2 അടി എന്ന് പറഞ്ഞ് മനസ്സിലായോ? ഒന്ന് പരിശീലിച്ച് നോക്കിയാൽ അറിയാം എന്താണെന്നുള്ള രീതിയിലാണ്. അപ്പം ഇവരുടെ സംസാരത്തിൽ തന്നെ ഉണ്ട് ഇവർ കള്ളിയാന്നുള്ള രീതിയിലാണ്. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും, ബുദ്ധിയുള്ളവർക്ക് അത് നല്ല രീതിയിൽ മനസ്സിലാവും. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കിയും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എന്തായാലും ചേച്ചി എന്താണെന്ന് നമ്മളെല്ലാവരും കണ്ടതാ. പിന്നെയും എന്തിനാണോ ഇങ്ങനെ വന്നിട്ട്? ഞാൻ പറഞ്ഞില്ലേ, ഫിറോസ് ഈ കാര്യത്തിൽ ഇടപെട്ട് വന്നാൽ ഇവരുടെ മോളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്തയ്ക്ക് തന്നെ വിളിച്ചവര്, തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച്, അതുപോലെ തന്നെ പൂക്കുട്ടിയും വിളിച്ചിട്ടുണ്ട്. ഇപ്പം
ഞാനൊരു കാര്യം അറിഞ്ഞൊരു വിശ്വസിച്ച് ഇപ്പോൾ ഒരു ഇന്റർവ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അവർ കുറെ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. ഇതുപോലുള്ള സ്ത്രീകൾ, ഞാനൊരു കാര്യം പറയും, ഇതുപോലുള്ള കുറെ ആൾക്കാരുണ്ട്. നിങ്ങൾ തന്നെ കണ്ടതല്ലേ, ഒരമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കരഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? അവരാണ് കുഞ്ഞിനെ വരെ നശിപ്പിച്ചത്. ഇത് കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും കണ്ട ഒരു സംഭവമാണ്. പക്ഷേ ഇവരിപ്പോ വന്നിട്ട് ഇതെല്ലാം മാറ്റിമറിക്കാൻ വേണ്ടി ദിയാസേന, കാരണം ദിയാസേന വന്നിട്ട് നേരത്തെ ആണെങ്കിലും വീട്ടിലൊക്കെ വന്നിട്ട് മറ്റേ മോനെ, ഇതവരുടെ സ്ഥിര ഒരു ശൈലിയാണ്. അവർ എന്തുണ്ടെങ്കിലും വലിച്ചു വാരി പറയും. അവര് ആ ഒരൊറ്റ കാര്യം വെച്ചിട്ടാണ് ഇവർക്കെതിരെ ഈ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞ സ്ഥലത്തും ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ വീക്കായായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സോൾവ് ചെയ്യാൻ ഇവരൊക്കെ ആയിരുന്നു ഇടയ്ക്ക് നിൽക്കണം. ചെറിയ കുഞ്ഞു പ്രശ്നങ്ങൾ വരുമ്പോൾ ഫ്രണ്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഇടപെടുക അല്ല, സുൽക്കായിട്ടുള്ള പ്രശ്നത്തിലും ഞങ്ങൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ അഫെയർ അല്ല ചേട്ടാ. എനിക്ക് ഇപ്പോഴും ഞാനത് പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടാ പുള്ളി എനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ എനിക്കത് അതിനൊരു ഒരു ഇതില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു വീഴ്ചയിൽ എന്നെ കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്നേ എന്റെ കുഞ്ഞുങ്ങളുടെ ഫീസ്, എന്റെ കാര്യങ്ങൾ, എന്റെ വീട്ടിൽ ചെലവ് എല്ലാം അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്റെ ദൈവ തുല്യമാണ് എനിക്ക് അയാൾ. കാരണം പുള്ളിക്കാരൻ എനിക്ക് ചെയ്തിട്ടുള്ള ഹെൽപ്പ്, കാരണം ഒരു പടിക്കുഴിയിൽ പോയി വീഴാൻ പോയ ഒരു കുട്ടിയെ പിടിച്ചുയർത്തി എണ്ണിച്ചിട്ട് വന്നതിന്റെ ശിക്ഷയാണ് ഇപ്പൊ വന്നത് പുള്ളിക്കാരൻ. പുള്ളിയെ വെളുപ്പിക്കാൻ വേണ്ടി വന്നതാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം ഈ പറയുന്ന യൂട്യൂബിൽ ലൈവ് ഇട്ട് 1-2 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ആ ലൈവ് ഓഫ് ആക്കി. ആ ലൈവ് ഓഫ് ആക്കിയതിനു ശേഷം നീലക്കുയിൽ പോസ്റ്റ് ഇട്ട് 4 വർഷത്തെ പ്രണയം എന്നും പറഞ്ഞു. അത് ഇവരൊക്കെ തന്നെ ചെയ്യിപ്പിച്ചാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 4 വർഷം. അപ്പം ആ സമയത്ത് ഫിറോസുമായിട്ട് റിലേഷൻഷിപ്പിലാണ്, അവർ ഭാര്യ ഭർത്താവുമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യിച്ചു. കേൾക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ അക്കൗണ്ട് തന്നെ ഹാക്ക് ചെയ്തെന്നും പറഞ്ഞിട്ട് ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു കംപ്ലൈൻറ്റ്. രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന യൂട്യൂബ് ഇൻസ്റ്റ ഹാക്ക് ചെയ്തെന്ന് വെച്ചോ, നിങ്ങളുടെ ഈ ഫോട്ടോസ് എവിടെ നിന്ന് കിട്ടിയ? ഇതുവരെ പോസ്റ്റ് ചെയ്യാത്തൊരു ഫോട്ടോസാണ് തപ്പിയെടുത്ത് ഇടുകയും ചെയ്തത്. ചേച്ചി കാണിക്കുമ്പോൾ ഈ പറയുന്ന അയാളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും അവർ. ഒന്നും വേണ്ട, ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല. ആ വോയിസ് കേട്ടാൽ മനസ്സിലാവും. വെറുതെ ഒന്നും കൊച്ചുണ്ടാവത്തില്ലല്ലോ, കൊണ്ട് വെച്ചിട്ടല്ലേ. എന്തിനാണ് നിങ്ങളോ നാറി? ഇനി ബാക്കിയുള്ളവരെ കൂടെ നാട്ടിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഈ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്. വളർന്നു വരുന്ന എപ്പോഴും പറയുന്നത്, ഞാൻ മുമ്പേ ഒരു എക്സ്പ്രഷൻ കാണിച്ചല്ലോ, കരഞ്ഞ് കുറച്ച് എക്സ്പ്രഷൻ കാണിച്ചല്ലോ. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതാണ്. അവരുടെ ചുറ്റും ഇരിക്കുന്ന പിള്ളേരുടെയൊക്കെ ഫേസ് ചെയ്യണം അവർക്ക്. പറഞ്ഞു മനസ്സിലായോ? അവരുടെ അമ്മമാരാണെങ്കിലും ആ കുട്ടിയുടെ അടുത്ത് പോയിരിക്കേണ്ട, അല്ലെങ്കിൽ ഇവർ ശരിയല്ല, അവർക്ക് ഇത് കൂട്ടുകെട്ട് ശരിയല്ല. അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയില്ല. ആ ഒരു അവസ്ഥയുണ്ടല്ലോ. ഞാനൊരു എക്സാമ്പിൾ, ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ സാധാരണ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, ഡാനി നിന്റെ എക്സാമ്പിൾ നിന്നെ വെച്ച് കമ്പയർ ചെയ്ത് അത് നെഗറ്റീവാണ്, നീ അത് ഇതല്ലേ. ഞാൻ സ്കൂളിൽ ഭയങ്കര തലിപ്പൊളിയായിരുന്നു. എപ്പോഴാണെങ്കിൽ ഇടി വഴക്ക് കേസ് കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം പൊക്കുന്നത് തന്നെയാണ്. പണ്ട് മുതലേ അങ്ങനെയാണ്. സ്കൂളിലെ ഒരു തല്ലിപ്പൊളിയായിരുന്നു, ഇടി വഴക്ക് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഒരു പേരൻറ്റ്, ഇപ്പം മോൻ പഠിക്കുക കേട്ടോ, എൻ്റെ കൂടെ ഇരിക്കുന്നത്, മോനെ ആ ചെറുക്കൻ്റെ കൂടെ ഇരിക്കില്ല, ഭയങ്കര ഇടി ഇതൊക്കെയാണോ? അന്ന് ഞാൻ കണ്ടത്ര 5 അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് അങ്ങണ്ട ഞാൻ ഈ സംഭവം ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കെന്ത്, നമ്മൾ കൂടിപ്പോവുക, എന്തുവാണ്, ഉച്ചയാകുമ്പം ബ്രേക്ക് കിട്ടുക, ക്രിക്കറ്റ് കളിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. അപ്പം എനിക്കത് മനസ്സിലായിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ, നിങ്ങളുടെ മക്കളെയൊക്കെ ആൾക്കാർ ഏതൊക്കെ രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരു കാര്യം പറയാം, ഈ സജിന എന്ന് പറയുന്ന വ്യക്തിയെ സ്വന്തം കാര്യം മാത്രം, ഇവർക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് കരയാനേ അറിയത്തുള്ളൂ. സീരിയലിൽ നല്ല രീതിയിൽ കരഞ്ഞു മെഴുകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അഭിനയിക്കാൻ അറിയാം. പക്ഷെ ഒരു കാര്യം, നിങ്ങൾക്കൊക്കെ നല്ലത് ദൈവം തരട്ടെ. ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഈ സംസാരം അതിൽ കടക്കും. ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഇറിറ്റേഷൻ വരുന്നുണ്ട്. വേണം ഈ പറയുന്ന ഫിറോസും അങ്ങനെ കോഴി കാട്ടുകോഴി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, ഈ പറഞ്ഞ പൂക്കുട്ടിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, പൂക്കുട്ടിയുടെ ബന്ധു വീട്ടിൽ പോയിട്ടുണ്ട്, അവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ബന്ധുക്കൾ പറയും ഞങ്ങളുടെ കൊച്ചൻ അങ്ങനെയൊന്നും ചെയ്തില്ല, അവന് ഭാര്യ മക്കൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് പൂക്കുട്ടിയുടെ കാര്യം പറഞ്ഞതാണ്. ഇപ്പൊ കണ്ടില്ലേ, ഫീസ് അത് ഇത് മറ്റേത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഒന്നുമില്ല, അല്ലാതെ വേറൊരു ബന്ധമില്ല. പിന്നെ പ്രഗ്നന്റ്, എൻ്റെ പൊന്നും ഞാൻ പറയട്ടെ, ഇത് ഇപ്പൊ 2026 അങ്ങനെ പഠിക്കുന്ന കൊച്ചി ഇതൊക്കെ മൊത്തം കാണുകയാണെങ്കിൽ അതിന് വരെ കാര്യങ്ങൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ബോണ്ടിങ് ആയി, നല്ലൊരു തിക് ഫ്രണ്ട്സ് ആയി, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം സംസാരിക്കാനായി. ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ.
എനിക്ക് എന്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അയാൾ എന്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈപിടിച്ചത് ഒരു വലിയൊരു മനുഷ്യനാണ്. പിന്നെ പഴക്കമുണ്ടാവാം, ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയാലും നമ്മൾ തമ്മിൽ ഞാൻ നേരത്തെ ഫ്രണ്ട്സ് ആയാലും എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാവും. ഓക്കെ, കൊച്ചിൻ്റെ അച്ഛന് പുള്ളിയാവാം, അത്ര ഞാൻ പറയുന്നുള്ളൂ. എന്തോ പറയാനെന്ന് പറയാം. എന്തായാലും ഒരു മാസത്തിനിടയിൽ തന്നെ കാറ് സമ്മാനം കൊടുക്കുന്നു. ഇതുപോലൊരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് കിട്ടിയതൊരു ഭാഗ്യം തന്നെ ഞാൻ കരുതുന്നുണ്ട്. നമുക്കാരും ഇല്ലല്ലോ, ആരെങ്കിലും നമുക്കാരും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ആരെങ്കിലും ഉണ്ടോ? ഗ്യാപ്പ് കിട്ടിയപ്പോൾ ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കണ്ട അതിനുശേഷം പല പൊക്കി ഞാൻ ലാസ്റ്റ് തീരുമാനം എടുത്തു, എനിക്ക് വേണ്ട എന്ന് തീരുമാനം എടുക്കാൻ കാരണം എടുത്തിട്ടാണ് ഇപ്പം കണ്ടൊരു വീഡിയോ അതിനകത്ത്. ഇപ്പം ഒരു വീഡിയോ, പഴയ ഒരു വീഡിയോ വന്നുകൊണ്ട്, പണ്ടത്തെ ഒരു വീഡിയോ, അതായത് 21 വയസ്സുള്ളത് ആ ടൈമിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പം ഫിറോസ് ഞാൻ ഒരാളുമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയി, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതുള്ളത് തന്നെയാണ്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്ന് വെച്ച് ഇയാൾ എൻ്റെ അടുത്ത് കാണിച്ച വേദന തിരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അന്നത്തെ ഒരു പൊട്ടത്തരത്തിൽ ഞാൻ കാണിച്ച പൊട്ടത്തരമാണത്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്നുള്ളത് ഇയാൾക്ക് എൻ്റെ അടുത്ത് കാണിക്കുന്ന വേദന ഇയാൾ ഇട്ടിട്ട് പോകുമ്പോൾ ഇയാൾക്ക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഒരു പണിഷ്മെന്റ് പോലെ. എന്നിട്ട് എന്റെ വീട്ടുകാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ വീട്ടുകാർ അവരുടെ കുഞ്ഞുമായി വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുമായി ഞാൻ ഇങ്ങനെയാണ്. അവരുടെ ആനിയുടെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, ഫിർദോസ് ആനിയുടെ അടുത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യമാണ് എനിക്ക് മടുത്തു. ഞാൻ പക്ഷെ പണി ഞാൻ തിരിച്ചു കൊടുക്കും. എന്നെ വേദനിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അയാളുടെ ലൈഫിൽ ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ഞാനാണ് അയാളെ വിളിച്ചിട്ട് ഈ വീഡിയോ ഇട്ട് കൊടുക്കുന്നതും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് ഇയാൾ ടോർച്ചർ ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാരേജ് ചെയ്ത് എനിക്ക് വേണ്ട നിങ്ങൾ ഇറങ്ങിയപ്പോൾ പറഞ്ഞു സച്ചിൻ അല്ല, അത് അങ്ങനല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു മണ്ടത്തരം നമ്മുടെ ലൈഫിൽ വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത്. ഓക്കെ ടോർച്ചർ ചെയ്തതാണ്. ടോർച്ചർ ഇതിന് ഞങ്ങളുടെ നാട്ടിൽ തന്തലാടി എന്ന് പറയും. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, തന്തലാടി എന്ന് തന്നെ പറയും. കാരണം ആ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്നവർക്ക് അറിയത്തുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. ഒരു സമയത്ത് ഒരാളുള്ള സമയത്ത് വേറെ എടുത്തോണ്ട് പോയി കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ റൂം എടുത്ത് എല്ലാം കഴിഞ്ഞ് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. ഞാൻ അവൻ്റെ കൂടാണ്, ഞാൻ ഇവൻ്റെ കൂടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് ആ രീതിയിൽ തന്നെ ഞാൻ സംസാരിക്കും. നാണം കെട്ട വർഗം, ഇവർക്കൊരു ഉളുപ്പുമാനമൊന്നുമില്ലേ. ചില അവൾമാരുണ്ട്, നമ്മൾ വിളിച്ചെല്ലാം കഴിഞ്ഞിട്ട് എവിടെടാ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് ഇച്ചിരി എക്സ്പ്രഷനൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇച്ചിരി നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ലടാ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ട് അവസാനം നമ്മുടെ തലയിൽ ഒരു കുറ്റം വെച്ചിട്ട് അപ്പം ഫോൺ കട്ട് ചെയ്യും. നമ്മൾ വിളിക്കുമ്പോഴും ഫോൺ എടുക്കത്തില്ല. ഓക്കെ, ആ സമയത്ത് വല്ല കൂട്ടുകാരുണ്ടെങ്കിൽ അവനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ടെൻഷൻ അടിക്കട്ടെ. ഈ ടെൻഷൻ അടി വൈകിട്ട് 6 മണി 7 മണി വരെങ്കിലും നമ്മൾ അനുഭവിക്കേണ്ടി വരും. നിനക്കൊക്കെ കിട്ടുന്നതെന്ന് വെച്ചാൽ കർമ്മയെന്ന് പോയൊരു സംഭവം ഉണ്ട് മോളെ. നീയൊക്കെ കിടന്ന് നരയിക്കും ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പം നിങ്ങൾക്ക് നല്ല ഓറയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ, നല്ല ഓറയിൽ കൂടെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും നിങ്ങളുടെ ലൈഫ്. അവസാനം കണ്ടോ മൂഞ്ചി കുത്തിയിരിക്കും. ഞാൻ അത്രയ്ക്ക് ദേഷിച്ച് സംസാരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പം ഞാനൊന്ന് പുറമോട്ട് പോകുന്നുണ്ട് ചില കാര്യത്തിലായിട്ടൊക്കെ. ഉള്ള കാര്യം പറയാലോ ഒരു സമയത്ത്. ഓക്കെ, ബാക്കിയും കൂടെ വെക്കാം. പറയുമ്പം ഇവരെ സത്യം പറയലോ, ഞാൻ പറഞ്ഞാൽ കൂടും. ഇനി കുറച്ച് വോയിസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് അതും കൂടെ കേൾക്കാം. കേസ് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് അത് കയറി അങ്ങനെ പറയാൻ പറ്റത്തില്ല. പുള്ളിയുടെ അഭിനയമാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ആദ്യം, ബുദ്ധി. നമ്മൾക്ക് ശക്തി കൊണ്ട് നേടാൻ പറ്റാത്തത് ബുദ്ധി കൊണ്ട് നേർന്നു. അയാൾ കുറേയൊക്കെ നിങ്ങൾ ആലോചിക്കുക, അയാളുടെ ചാനൽ ഇവരുടെയും പൂക്കുട്ടിയുടെയും മറ്റവരുടെയൊക്കെ അമ്മയുടെയൊക്കെ വോയിസ് വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അയാൾ ബുദ്ധിപൂർവ്വം കളിച്ച ഓരോ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇത് എന്ത് പറയുക പേര്, സജിനയുടെ അമ്മ പൂക്കുട്ടിയൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരൊക്കെ തന്നെ റെക്കോർഡ് ചെയ്തത്. എന്നിട്ട് പല ആൾക്കാർക്കും അയച്ചു കൊടുത്തത് ഇവരൊക്കെ തന്നെ. മനസ്സിലായോ? കറക്റ്റ് സമയത്ത് വന്നിട്ട് ഫിറോസ് ആ ഒരു വീഡിയോ ഇട്ട് കറക്റ്റ് സമയത്ത്. അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യനെ എല്ലാവരും കൂടെ കൊല്ല ചെയ്തേനെ. പല ആൾക്കാരും, ഞാനൊരു കാര്യം പറയട്ടെ, ഈ പറയുന്ന പൂക്കുട്ടി പല ബ്ലോഗേഴ്സിന് പൈസ വരെ കൊടുത്തിട്ടുണ്ട്. 2-3 ആൾ, ഒരു പെണ്ണും ഒരു ആണിനും കൊടുത്തിട്ടുള്ളത്. പറയുന്നില്ല ഞാൻ ആരാണ് എന്താണെന്നുള്ള രീതിയൊന്നും നമ്മൾ സംസാരിക്കുകയൊന്നും ചെയ്യുന്നില്ല. ജനങ്ങൾ എന്തെങ്കിലും അതൊക്കെ മനസ്സിലാക്കും. ഓരോരുത്തരൊക്കെ വെളുപ്പിച്ച് സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പൂക്കുട്ടിയെ വെളുപ്പിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചോ. എല്ലാം സജിനയുടെ മണ്ടയ്ക്ക് വെച്ചിട്ട് പൂക്കുട്ടിയെ വിളിക്കുന്നത്. ഇനി കണ്ടോ, ഇനി ബ്ലോഗേഴ്സ് ചെയ്യാൻ പോകുന്ന ചിലവർ എന്ന് വെച്ച് ഈ പറയുന്ന ദിയയുടെ കാര്യം വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യും. കഷ്ടം. എന്ത് ഹെൽപ്പ് ചെയ്തു, എന്നെ എത്രയും നശിപ്പിച്ചിട്ട് ഹെൽപ്പ് ചെയ്തതല്ലേ ഫിറോസ്. ഞാൻ എന്നിട്ടും എന്റെ മനസാക്ഷിക്കാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കത് വീഡിയോ ചെയ്യാൻ എനിക്ക് വയ്യ ഫിറോസ്. ഞാൻ കേസ് വേണമെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം.
കേസ് ഞാൻ ചെയ്യാം. ഇപ്പൊ ഞാൻ നാണം കെട്ടാൻ പോലെ തന്നെയാണ് ഫിറോസിനെ നാണം കെട്ടുന്നത്. കേസ് ആയാലാണ് ഈ പറഞ്ഞ ഈ സാധനങ്ങളല്ല വെളി പോകുന്നത്. ഞങ്ങൾ നാണം കെട്ടില്ലേ എല്ലാവരും? ഇല്ല ഫിറോസ്ഖാക്ക് എന്നെ അറിയത്തില്ലായിരുന്നു. ഫിറോസ്ഖാക്ക് എന്നെ അറിയത്തുള്ളൂ. ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അല്ലല്ല അങ്ങനെ എന്നെ കുറിച്ച് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തുമ്പത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലായി പൊട്ടരാണോ. ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്ത മൂന്നാമതൊരു ആൾ കാരണം അല്ലാന്ന് പറഞ്ഞു ഞാൻ ഇടുന്നുണ്ട്. ആ സമയത്ത് ഫിറോസ് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. മെസ്സേജ് വരും വരാതിരിക്കും. അത് എനിക്കുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ആ 3-4 ദിവസം, നിങ്ങൾ ഒരു ദിവസം ഏറി കയറിയിട്ടുള്ളൂ, പക്ഷെ ഞങ്ങള് 3-4 ദിവസം കൊണ്ട് ഏറി കയറി ആൾക്കാരെ ഞാൻ നിന്നവൻ വെള്ളം കുടിക്കും. ഇപ്പൊ ഞാനായാലും ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിക്കുമായിരിക്കും. അത് ഞാൻ ഇപ്പൊ എന്നെ കൊണ്ട് കഴിയാതെ കേസ് ഞാൻ അതിന് ആ രീതി ചെയ്യാം. എനിക്ക് തോന്നുന്നു അവിടെ ഇതാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ അതിന്റെ തെളിവെടുത്തിട്ട് ലാസ്റ്റ് അല്ലാതെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ലാസ്റ്റ് അത് പ്രശ്നമാവും. ഞാൻ പറയുന്നുണ്ടല്ലോ ഇതുപോലെ സാഹിത്യം എല്ലാവരും ഞാൻ ഇതിനെ ഇളക്കാൻ വേണ്ടി പോയി. ഇനി ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഫോക്കസ് ചെയ്യും. ഇത് ഇങ്ങനെ പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ഇതിപ്പം കേസാണെന്ന് പറയാതെ ഈ കേസ് കൊടുക്കുമ്പോൾ കേസ് ഇൻവാലിഡ് ആകുമ്പോൾ ഈ ചാനലുകാർക്ക് ഒന്നും ഇടാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് മൊഴി കൊടുക്കുന്നവരെ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മൊഴി കൊടുത്തു കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരുന്നത്. നാളെ അത് ഞാൻ വീണ്ടും പ്രശ്നമൊക്കെ ആണെങ്കിലാണ് ഈ പ്രശ്നമാകുന്നത്. എത്ര നാൾ കഴിഞ്ഞാലും ഈ പ്രശ്നം തന്നെയാണ്. അപ്പം അത് ആ സാധനം നമ്മൾ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ഇല്ലാന്ന് പറയുമ്പോൾ അത് ഫോക്കസ് ആക്കുക. പിന്നെ ആൾക്കാർ പറയും ഇപ്പൊ തന്നെ എന്താ വീഡിയോ നമ്മൾ 2 ഡിലീറ്റ് ചെയ്തപ്പോൾ ആൾക്കാർ പറയുന്നത് ഫിറോസ് പേടിച്ചിട്ടാണ് വരെ പറയുന്നുണ്ട്. ഫിറോസ് മണ്ടത്തരം കാണിക്കാതെ ഇപ്പൊ 2 ദിവസം കഴിയുമ്പോൾ മറ്റേ ഇതുണ്ടല്ലോ മറ്റേ എന്താ പേര് പാർട്ടി ബേസ് സാധനങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് ഇതങ്ങ് പോകും. നിങ്ങളെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയും ഇത് അവർക്ക് ഒരു ഉമ്മക്കത്ത് വന്നതാണ്, അതാണെങ്കിൽ അവൾ വിളിച്ച് ചോദിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ സറൗണ്ടിലിരിക്കുന്ന ആൾക്കാർ പറയും. ഇനി ഞാൻ എടുത്ത് ഈ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും ഇതിപ്പോ അവളെ ഭീഷണിപ്പെടുത്തി ഇതാക്കാൻ വേണ്ടി അവരെ സേവ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണെന്നേ ആൾക്കാർ പറയത്തുള്ളൂ. എത്രയും നന്നാലും അത് പറയത്തുള്ളൂ. വീണ്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കുഴി തോന്നിക്കൊണ്ടിരിക്കുക. കുറച്ച് ദിവസത്തേക്ക് ഞാൻ വരട്ടെ, കുറച്ച് ദിവസത്തേക്ക് ഫിറോസിന്റെ ഞാൻ ഒരു കാര്യം വരട്ടെ, കുറച്ച് ദിവസം ഇവക്കൊരു കോപ്പം ഉണ്ടാകത്തില്ല. ഇത് എപ്പോഴത്തെ വീഡിയോ എന്നറിയാവും? അന്നത്തെ ആ വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്തതിന് മുമ്പ് എടുത്ത് വെച്ച സാധനമാണ്. പിന്നെ താൻ മരിക്കണം എന്ന് 100 വട്ടം പറഞ്ഞ സജിനെ നമുക്ക് ഓർമ്മയുണ്ട്. കേരളത്തിലെ ആൾക്കാർക്ക് ഈ ഒരു വിഷയം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലായി കാണും. ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊന്നും അല്ല. പ്രത്യേകിച്ച് ഈ എന്താ അവിടെ പേര് സജിന ഉദ്ദേശിക്കുന്ന ആളെ അല്ല. പൂക്കുട്ടിയാണെങ്കിലും ഞാനും ഈ സിറ്റുവേഷൻ ആണ് ഞാനൊക്കെ നിന്നത്. ഞാനും ഉമ്മയും പിള്ളേരും കൂടെ സൂചിച്ചെറിയാൻ നിന്നത്. ഞങ്ങളും അത് തന്നെയാണ് നിന്നത്. ആ സിറ്റുവേഷൻ തന്നെയാണ് ഞങ്ങൾ നിന്നത്. ഞാനും അനുഭവിച്ചു. ഞാൻ ഇത് ഒരിക്കലും കളയുന്നതിന് എനിക്ക് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ മണ്ടത്തരം കാണിക്കരുത് പറഞ്ഞത്. വേറെ ആർക്കും ചോദിച്ചോ ഇത് ഞാൻ വീണ്ടും എടുത്തിങ്ങനെയാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ചെയ്യുക. വീണ്ടും ഇതൊരു ഊമക്കത്തായിരുന്നു, ആ സാധനം ഇൻവാൽവഡ് ആയിരുന്നു എന്നുള്ള സാധനം ഞാൻ പറഞ്ഞു. ഇത് ആരെങ്കിലും കുത്തിപ്പൊക്കി ആ സാധനം അങ്ങനെയാണെന്ന് പറഞ്ഞ് വീണ്ടും എനിക്കറിയാം ഈ കാര്യങ്ങളൊക്കെ. സറൗണ്ടിങ്ങിന്റെ ഫ്രണ്ട്സൊക്കെ അറിയാം. നാടൊക്കെ ആയിട്ട് തന്നെ ഇതിന്റെ വോയിസ് റെക്കോർഡും ഈ കൊച്ചിന്റെ വോയിസ് റെക്കോർഡും ഉണ്ടെന്ന് എന്താ ഉറപ്പ്? വീണ്ടും ഈ കൊച്ചിന്റെ ഞാൻ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് പല ആൾക്കാരുടെ കയ്യിലുണ്ട്. അത് കുത്തിപ്പൊക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ ഇവർ രണ്ടും കളിക്കുവാണോ എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇത് ലാസ്റ്റ് വെളിയിൽ വന്ന് നിങ്ങൾ തന്നെ ലാസ്റ്റ് പ്രശ്നം വരും. ഓക്കെ, എന്തായാലും ഇതിന്റെ ഈ വോയിസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരുടെ ഡീയായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള രീതി മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. എന്തായാലും അവരൊരു ഇന്റർവ്യൂ കൊടുക്കുമെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഞാനൊരു കാര്യം പറയാം, കേരളത്തിലെ ജനങ്ങളെ മണ്ടരാക്കാൻ നോക്കല്ലേ സജിന. പൂക്കുട്ടിയെ നല്ല രീതിയിൽ നീ വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ വെറുതെ വിടുവില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റ് ചെയ്ത് അതിനെന്തിനാ ഈ പറയുന്നത് ഈ മറ്റുള്ള ഫിറോസിനെയും മറ്റുള്ളവരും കൂടെ ഇതാക്കാൻ നോക്കുന്നത്? ഓക്കെ, എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ ഇതിനേക്കാളും നല്ല കാര്യങ്ങൾ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. കാരണം എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ പറയത്തൊന്നുമില്ല. ഓക്കെ, ബൈ, ലവ് യു ഓൾ ഗൈസ്.